നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നായകൻ ശുഭ്മൻ ഗില്ലിൻ്റെ ദിവസമാണ്. അദ്ദേഹം ചരിത്രം കുറിച്ച ദിവസം. ഒരു ഇന്ത്യൻ നായകൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കിടിലൻ ഡബിൾ സെഞ്ചുറിയുടെ ബലത്തിലാണ് ടീം ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 587 റൺസ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ നമ്മുടെ ബൗളർമാർ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുൻനിരയെ തകർത്ത് കളഞ്ഞു. എങ്കിലും പിന്നീട് അവിടെ നിന്ന് റൂട്ടും ബ്രൂക്കും കൂടി അവരെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ 77-3 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഉള്ളത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് 510 റൺസ് പുറകിലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മേൽക്കൈ ലഭിച്ച ദിവസമാണിന്ന്. നാളത്തെ ദിവസം ഇംഗ്ലണ്ടിനെ ചുരുട്ടിക്കെട്ടാൻ പറ്റണം. അങ്ങനെയെങ്കിൽ ആദ്യ കളിയിലെ തോൽവിക്ക് ഒരു പകരം ഇവിടെ വീട്ടാൻ കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ ഈ സീരീസ് കൂടുതൽ ആവേശത്തിലേക്ക് പോകും. ഏതായാലും ഇന്ത്യയുടെ ഇന്നിങ്സ് നമ്മൾ ടീയുടെ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം സംഭവിച്ചത് വാഷിങ്ടൺ സുന്ദർ 42 റൺസ് എടുത്ത് നിൽക്കവേ റൂട്ട് ബൗൾഡാക്കി വിടുകയായിരുന്നു. അതൊരു വല്ലാത്ത ബോളായിരുന്നു. വാഷിങ്ടൺ സുന്ദർ അത്ഭുതപ്പെട്ടു. റൂട്ട് പോലും അത്ഭുതപ്പെട്ടു എന്ന് സംശയമുണ്ട്. അത്ര മികച്ചൊരു പന്തായിരുന്നു അത്. അത് ടീക്ക് തൊട്ട് മുമ്പാണ് അത് സംഭവിക്കുന്നത്. അതിന് പിന്നാലെ ആകാശ്ദീപ് ഗില്ല് സഖ്യം എത്ര മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു ചോദ്യം. ഗില്ല് 269 റൺസ് എടുത്ത് നിൽക്കവേ ജോഷ് ടങ്കിൻ്റെ പന്തിൽ ഒലി പോപ്പ് പിടിച്ച് പുറത്തായി. ആകാശ്ദീപ് 6 റൺസാണ് അടിച്ചത്. സിറാജ് 8 റൺസ്, പ്രസിദ്ധ് കൃഷ്ണ 5 റൺസുമായിട്ട് പുറത്താകുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ബാഷർ 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ക്രിസ് വോക്സും ടങ്കും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. ബ്രൈഡൻ കാഴ്സും ബെൻ സ്റ്റോക്സും ജോ റൂട്ടും ഓരോ വിക്കറ്റുകളും എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് തുടക്കത്തിൽ വിക്കറ്റ് പോകുന്ന കാഴ്ച. അതായത് ആകാശ്ദീപ് തുടരെ 2 വിക്കറ്റുകൾ എടുക്കുകയാണ് ചെയ്തത്. ഡെക്കറ്റിനെ ആദ്യം പറഞ്ഞു വിടുന്നു. ഡെക്കറ്റ് 5 പന്തുകൾ നേരിട്ട് 0 റൺസുമായിട്ട് വേണം. തൊട്ടു പിന്നാലെ ഒലി പോപ്പിനെ KL രാഹുലിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. ഗോൾഡൻ ഡെക്കായിട്ട് വിടുന്നു. ഇന്ത്യ പിടിമുറുക്കുന്നു എന്ന തോന്നൽ നമുക്ക് വരുന്നു. സിറാജിൻ്റെയും കിടിലൻ സ്പെല്ലുണ്ടായിരുന്നു മറുഭാഗത്ത് നിന്ന്. സിറാജാണ് അടുത്ത വിക്കറ്റ് എടുക്കുന്നത്. ക്രോളിയെ പറഞ്ഞു വിട്ടു. സിറാജിൻ്റെ പന്തിൽ കരുൺ നായർ പിടിച്ച് പുറത്താക്കുമ്പോൾ 30 പന്തിൽ നിന്ന് 19 റൺസാണ് ക്രോളി അടിച്ചിരുന്നത്. അങ്ങനെ 25-3 എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് വീണുപോയി. പക്ഷേ പിന്നീട് അവിടെ നിന്ന് ജോ റൂട്ടും ഹാരി ബ്രൂക്കും കൂടി അവരെ 77 റൺസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു സ്റ്റംപ്സിൻ്റെ സമയത്ത്. 37 പന്തിൽ നിന്ന് 18 റൺസുമായിട്ട് റൂട്ടും 53 പന്തിൽ നിന്ന് 30 റൺസുമായിട്ട് ഹാരി ബ്രൂക്കുമാണ് ക്രീസിലുള്ളത്. എന്തായാലും നാളത്തെ ആദ്യ സെഷൻ ക്രൂഷ്യലാണ്. വിക്കറ്റുകൾ പിഴുതെറിയാൻ ഇന്ത്യൻ ബൗളർമാർക്കാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.